ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രബിന ലൈഫ് സ്റ്റൈൽ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നല്ലൊരു വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ വലിയച്ഛൻ്റെ മോളെ നിശ്ചയത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടില്ലായിരുന്നു. അപ്പോൾ അവളുടെ കല്യാണമായിരുന്നു കേട്ടോ. മെയ് 11 ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നേരം വൈകിയോണ്ടാട്ടോ ഇത്രയൊക്കെ ടൈം പിടിച്ചു പോയത്. അതിനാദ്യം ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം. അപ്പോൾ ടൈം ഏകദേശം കഴിഞ്ഞ് തുടങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ തലേന്ന് എടുത്ത പാർട്ടി ദിവസത്തിലെ കുറച്ച് വീഡിയോസ് ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കുറേ ദിവസത്തിന് ശേഷമായിരുന്നു കേട്ടോ ഇപ്പോൾ കുടുംബത്തിൽ നല്ലൊരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത്. ഉത്സവമൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണം എന്ന് പറയുന്ന പരിപാടി ഇപ്പോൾ വലിച്ചിൻ്റെ മോളുടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂടുതൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട്, വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു കാരണം കൊണ്ട് ഞാൻ ഓർമ്മയില്ലാതെ മറന്നൊക്കെ പോകലായിരുന്നു. പിന്നെ കുട്ടിയുടെ കളിയും ചിരിയുള്ള വീഡിയോ കണ്ടപ്പോഴായിരുന്നു വീഡിയോ എടുക്കാണ്ടല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വലിച്ചിൻ്റെ വീട്ടിലേക്ക് വരുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണത്തിന് എൻ്റെ വലിയ അമ്മായിയുടെ മോൻ്റെ സ്നേഹിതന്മാരുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല എന്താ പറയുക ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പോൾ അത് ആണെങ്കിൽ ഈ സിനിമ പാട്ട് ഒരു ഹിന്ദി സോങ്ങിൻ്റെ സിനിമ പാട്ടിനായിരുന്നു അവർ ഡാൻസ് കളിച്ചത്. അപ്പോൾ ആ ഒരു പാട്ടിട്ട് ആ വീഡിയോ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനവിടെ യൂട്യൂബ് തന്നിട്ടുള്ള ഒരു സോങ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആ ഒരു ഡാൻസിൻ്റെ ഒരു ഭാഗം കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം നമ്മുടെ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് കല്യാണം കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഇസ്തിരി ഇടണം, പാവടൻ്റെ സൈഡൊക്കെ അടിക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാൻ തന്നെ 3:30 ആയിരുന്നു കേട്ടോ.
പ്രഭിന ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ ഞങ്ങൾ കല്യാണം ഒരുക്കായിട്ട് ഇതാ മാറ്റി ഒരുങ്ങി എത്തുന്നുണ്ട്. അപ്പോൾ എന്താ ഞങ്ങൾ അനിയത്തി പണിയെടുക്കുന്ന സ്ഥലത്ത് ഒരു ബ്യൂട്ടി പാർലറുണ്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചിയായിട്ട് അനിയത്തി നല്ല കമ്പനി കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടേക്കായിരുന്നു ചെന്നിരുന്നത് ഞങ്ങളുടെ ഹെയർ ഒന്ന് കെട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചേച്ചി നല്ല അവരവരുടെ മുഖത്തിന് പറ്റിയ നല്ല രീതിക്ക് മുടി കെട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഞാനെന്താ അവിടുത്തെ കണ്ണാടിയിൽ ഇന്നിങ്ങനെ വീഡിയോ എടുത്ത് എന്താ പറയുക എൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് നല്ലത്. ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞു എന്ന്. ആരും പൊക്കിയില്ലെങ്കിൽ സ്വയം പൊക്കുക എന്നത് എൻ്റെ വലിയൊരു കഴിവാണ്. അനിയത്തിയുടെ ഹെയർ സ്റ്റൈലൊക്കെ കെട്ടി മുല്ലപ്പൂവൊക്കെ വെച്ചപ്പോഴേക്ക് നല്ലൊരു ഭംഗി തോന്നി കേട്ടോ. ഇത്രയും നല്ല ഒതുക്കത്തിലും വൃത്തിയിലും ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മളെ കിട്ടുന്ന ഹെയർ സ്റ്റൈൽ വലിയ രസമൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഓക്കെ എന്ന് തോന്നുന്നൊരു ഹെയർ സ്റ്റൈലൊക്കെ കിട്ടാണ്ട് പോവുക അങ്ങനെ. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ബ്യൂട്ടി പാർലറിൽ വരെ പോകുന്നത്. ആ ഒരു ടൈമൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ അനിയത്തിയുടെ വകയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇതൊക്കെ, ഫ്രീ ആയിരുന്നു. ഞങ്ങൾ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഈ ഒരു കളർ കോമ്പിനേഷൻ ഇത് എവിടെ നിന്നാണ് എടുത്തതെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് രാനട്രയിലെ ഗണേഷ് ചെട്ടിയാരെയും ഗണപതി ചെട്ടിയാരെയും കടയിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. അപ്പോൾ എനിക്കും എൻ്റെ അമ്മായിക്കും കൂടി വാങ്ങിയത് ഞങ്ങൾ ഗണേഷ് ചെട്ടിയാരെ കടയിൽ നിന്നായിരുന്നു. പിന്നെ എൻ്റെ അനിയത്തിക്കും പാപ്പൻ്റെ മോക്കും ഗണപതി ചെട്ടിയാരെ കടയിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് അറിയാൻ താല്പര്യം കൊണ്ടാട്ടോ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഡ്രസ്സിന് അവിടെ കൂടുതലും അവരുടെ കയ്യിൽ സാരിക്ക് നല്ല മോഡലും ഉണ്ട്, അതുപോലെ അത്യാവശ്യം നല്ല വിലക്കുറവുണ്ട് കേട്ടോ.
വൈകുന്നേരമായപ്പോൾ അമ്മ വിരുന്ന് പോവുക കേട്ടോ. ഞങ്ങൾ അമ്മ വിരുന്ന് പോവുക അല്ലെങ്കിൽ വാതിലാഴ്ച പോവാന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുക കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഒരു വണ്ടിയിൽ മൊത്തം വെളിമുക്ക് ടീംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിലിരുന്ന് താട്ടൻ്റെ ചീത്ത പറയുന്നുണ്ട്, മുന്നിൽ പെണ്ണുങ്ങളിരിക്കാൻ പാടില്ല, ആണുങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഇന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലായിരുന്നേ. അങ്ങനെ ഇതാ ചെറുക്കൻ്റെ വീട്ടിലെത്തി വെൽക്കം ഡ്രിങ്ക്സും കുടിച്ച് ഞങ്ങൾ പരിസരമൊക്കെ ചുറ്റും കണ്ടു കേട്ടോ. കണ്ടു കഴിഞ്ഞതിന് ശേഷം അവിടെ കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു. കേക്ക് മുറി കഴിഞ്ഞതിന് ശേഷം നേരിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നീട് ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ സീ യു.